ഏതോ ട്രാപ്പ് ഡോർ തുറന്ന് ഓ ഡ്രാഗൺ വാ തുറന്നിരിക്കുന്ന ഡ്രാഗൻ. ഇപ്പൊ ഞാനും എന്റെ കസിന്റെ സ്റ്റാച്യു ഡ്രാഗൻ. ഹലോ ഗൈസ്, ഡ്രാഗൺ മോൻ ഹിയർ. പറഞ്ഞ് ഡ്രാഗന്റെ തലയിൽ പോയിരിക്കാം. ചെസ്റ്റുകൾ, ബിൽഡിന്റെ അവശിഷ്ടം. അതെ, നേരെ മുന്നിൽ ഡ്രാഗനെ നോക്കരുത് കേട്ടോ. ഒരു സൈഡിൽ നിന്നൊക്കെ ഡ്രാഗനെ നോക്കിയാ മതി. നേരെ മുന്നിൽ നോക്കിയാ ഡ്രാഗൻ അല്ല, വേറെ ആരുമായി. കോളി സാത്താന്റെ അടുത്ത് തന്നെ ഒരു ഡ്രാഗൻ. എന്റെ ഇൻവെന്ററി സോൾഡർ ചില സമയത്ത് വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. പ്ലെയറിന്റെ ഇതിൽ വർക്കാവില്ല, ചിലപ്പോൾ ചെസ്റ്റിൽ വർക്കാവും, ചിലപ്പോൾ ചെസ്റ്റിൽ വർക്കാവില്ല, ചിലപ്പോൾ പ്ലെയറിന്റെ വർക്കാവും. മാജിക്സ് ആണല്ല, മാജിക്സ്. എന്റെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടായിരുന്നു. ഇനി നേരെ താഴത്തേക്കായിട്ടൊരു ബേസ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു ബേസ് വരും, ചെറിയൊരു ഫൗണ്ടൈൻ വരും. ഇല്ല, ഗോൾഡ് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ കേവി പോകുമ്പോഴൊക്കെ ഗോൾഡ് മൈൻ ചെയ്യുന്നുണ്ട്. ഇനി കപ്പലിലോട്ടൊന്നും പോയി നോക്കാം, കപ്പലിൽ എന്തൊക്കെയാന്ന് നോക്കാം. കപ്പലിൽ ആദ്യം ഞാനെത്തി. കൊള്ളാം കേട്ടോ. ഇന്റീരിയർ ഒക്കെ വരുന്നുണ്ട്. ചുമ്മാ ഒരു സ്ട്രക്ചർ മാത്രല്ലാതെ ഇന്റീരിയർ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അത് കൊള്ളാം. ഓ മോനെ, ഇതിങ്ങനെ പെട്ടെന്ന് മുങ്ങി പോവാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് ചാടിപ്പോവാ. അതെ, ടെക്നിക്കൽ വശവും കൂടി നോക്കിയിട്ട് വെള്ളത്തിൽ മുങ്ങിച്ചാവോ. പാർക്കോർ ചെയ്യാനായിട്ടാ. അത്ര നല്ല സാധനങ്ങൾ വെച്ചിട്ട് ടോർച്ച് മാത്രം വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ലാൻഡേൺ വെച്ചാ മതിയാ? ആണോ, ലാൻഡേൺ ഓർക്ക് റിച്ച് അല്ലേ. എന്നാ പോയി വെച്ചാലാ, എന്റെ ഉണ്ട്. വാ, ഒരു പരസഹായം ചെയ്യാലോ. എഴുതി വെച്ചു. അത് വേണ്ട, ഒരാളെ ബിൽഡ് നമ്മൾ കൈയടത്തി എന്നുള്ള രീതി വേണ്ട. ടോർച്ചൊക്കെ ഞാൻ എടുക്കുവേ. ജസ്റ്റിലൊന്നും ഉണ്ടാവില്ല, ഇതിന്റെ റിസോഴ്സസ് ബാക്കിയുള്ളതായിരിക്കും. ലീവ്സ്. എന്റെ ബിൽഡിനൊക്കെ ലീഫ് ഇടാൻ മറന്നുപോയി ഞാൻ. അതാണ് എന്തോ മറന്നു എന്ന് വിചാരിച്ചു. അല്ല, ഇവിടെ മാത്രം എന്തോ ഒരു മരം വന്ന്. സത്യം, അത് മലയാളി ചെയ്ത് നട്ടതാ കണ്ട. ഇവിടെ സൈൻ ബോർഡ് എന്താ ഇത്? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥലം ബുക്ക് ചെയ്തുള്ളൂ. അപ്പോഴേക്കും പിറ്റേ ദിവസം വന്ന് നോക്കണത് ഇവിടെ ഐലൻഡ് ഒക്കെ പണിതിട്ട് മലയാളി ദൈവം ഇവിടെ ഏരിയ ക്ലെയിം അതെ, എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നെ അടുത്തത് ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നോട് അയൺകോളം പറഞ്ഞു. അയൺഗോലം പിന്നെന്തോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഇത് അയൺഗോലത്തിന്റെ ഏത് ഭാഗമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാധാരണ അയൺഗോലം സ്ക്വയർ ആണ്, ഇതില് റൗണ്ട് ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. സോ 3D അയൺഗോലം ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയില് ഒരു ചെയിനില്ലേ, എന്താ പറയാ, നഞ്ചക്ക്. അതന്നെ, അത് കയ്യിലുള്ള പോലെ. മറ്റേ ഗ്ലോ സ്റ്റോണിന്റെ പച്ച കളറായി. എവിടെ വെച്ചോ, സെന്ററിൽ വെച്ചോ. ഓ, നമുക്ക് വെക്കാൻ പറ്റൂലല്ലേ. കുഴിച്ചിടോ. ഓക്കെ, അപ്പൊ സെറ്റ്. ഈ ഷുഗർ കെൻ പേപ്പർ, ഇത് സിസർ, ഇത് റോക്ക്. ഓക്കെ, ഷുഗർ കെൻ പേപ്പർ, ഇത് റോക്ക്, ഇത് സിസർ, റെഡ് സ്റ്റോൺ സിസർ. ഓക്കെ, അപ്പൊ അതിന് നേരെയുള്ള ലിവർ അടിച്ചാൽ മതി. ഓക്കെ, റോക്ക് പേപ്പർ സിസർ.
ഓക്കെ പേപ്പറും പേപ്പർ അതല്ല, എന്തായിരുന്നു ഞാൻ കണ്ടില്ല. ഞാൻ പേപ്പർ റോക്ക് പേപ്പർ സിസർ ഞാൻ റോക്ക് അത് ശരിയല്ല കേട്ടോ. അത് അപ്പൊ മാർക്ക് എഴുതണം. നമുക്ക് 2 സൈൻ ബോർഡും കൂടി വേണം. അല്ല ട്രൂത്ത് ഓർ എറർ ചോദിച്ചോ, തോറ്റ ആൾക്ക് ട്രൂത്ത് ഓർ എറർ കൊടുക്കാം. അല്ല അപ്പൊ ഞാനല്ല തോറ്റേ. നീ പേപ്പർ, ഞാൻ റോക്കാടാ. അല്ല പേപ്പർക്ക് ഇത് പൊതിയണല്ലോ. ഞാൻ ആ. എന്താ ചോദിക്കാം. നമ്മള് ഇവിടെ ഇപ്പൊ ഒതുങ്ങി നിൽക്കുന്ന ഡയർ മാത്രമേ അല്ലാതെ എൻഡില് പോയിട്ട് ലെറ്റർ നിർത്തി വരാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടാസ്ക്. ഒരു ബക്കറ്റില് മീനെ പിടിച്ചിട്ടോ. അന്ന് ബക്കറ്റ് മീൻ വലുത് വേണം കേട്ടോ, വലുത് വേണം. വലിയ മീനോ? ഇവിടെ സാൽമോൻ ഉണ്ടാവേണ്ടതാണ്. എടാ ഒരുത്തം പോലും സ്പോണായില്ല. ഓ അല്ലല്ല ഇത് വലുതാ, ഇത് വലുതാ, ഇത് വലുതാ. വലുതിന് കിട്ടിയാ? യെസ് വലുത്. കൊമ്പൻ സ്രാവ്. ദേ ഒരു ബ്ലോക്കിൽ ഒതുങ്ങി നിൽക്കൂല അവൻ, അത്രയും വലുതാ. അവനവിടെ ഇരിക്കട്ടെ. വാ. ഓക്കെ റോക്ക് പേപ്പർ സിസർ. സിസർ സിസർ റോക്ക് പേപ്പർ സിസർ പേപ്പർ. സിമ്പിൾ സിമ്പിൾ ടാസ്കുകൾ, ഹെവി ആയിട്ടൊന്നും പറയല്ല. ഒരു ആപ്പിൾ കണ്ടുപിടിച്ചിട്ടോ, ഒരു ആപ്പിളോ? ഒരു ആപ്പിൾ ആപ്പിൾ ഇവിടെ കിട്ടും. ആപ്പിൾ എന്റെ ബാഗിൽ എവിടെയുണ്ട്, അല്ലാതെ ഞാൻ തിന്ന് എന്ത് കിട്ടിയാലും ഞാൻ വാരിയെടുത്ത് ഒഴുകും. ഫോളോ. റോക്ക് പേപ്പർ സിസർ പേപ്പർ റോക്ക് പേപ്പർ സിസർ റോക്ക് പേപ്പർ സിസർ. നമുക്ക് നിരത്തി ഇത് വയ്ക്കാം, ലാൻഡ് വയ്ക്കാം സിസറിന് പകരം. ഓക്കെ റോക്ക് പേപ്പർ സിസർ. ഞാൻ വീണ്ടും റോക്ക്. തോറ്റു തോറ്റ്. ജീവിതത്തിലും ഗെയിമിലും എല്ലാത്തിലും തോൽവിയാലോ. എനിക്കൊരു കോഴിമുട്ട വേണം. ആ കോഴിമുട്ടയ്ക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് എറിയണം. അപ്പൊ കൊച്ചു ഉണ്ടാവണം. അടിപൊളി. ഒറ്റ കോഴിമുട്ടയിൽ കൊച്ചുണ്ടാക്കാൻ ഞാൻ ആരാ? ഇടയ്ക്ക് പറയാറില്ലേ മെജീഷ്യനാണ്. കുഴി 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 കുഴി. എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. വാ 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 വാ. ഒന്നേ വരൂ 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 വരൂ. കോഴികളൊക്കെ വരൂ. ബ്രീഡ് ചെയ്യൂ ബ്രീഡ് ചെയ്യൂ. കോഴി പട്ട 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 പട്ട. ലെറ്റ്സ് ഗോ പൊട്ടെ പൊട്ടെ പൊട്ടെ. എടാ തിന്നടാ കോഴി. മുട്ട കിട്ടി മുട്ട കിട്ടി മുട്ട കിട്ടി. കോഴി കോഴിക്കോട്ട ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ. അവിടെ 2 പേരിക്കുന്നുണ്ട്. വാ നിങ്ങൾ അങ്ങോട്ട് വാ. അതെന്തത് ബെഡിന്റെ അടുത്ത് വേറൊരു കോഴി. RS മൈൻക്രാഫ്റ്റ് കോഴിയായോ? അതെ അടുത്ത മുട്ട അടുത്ത മുട്ട മുട്ട. വാ 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 കോഴികൾ വാ കോഴികൾ വാ. കോഴികളെ തിന്നടാ. എടാ തിന്നടാ. തിന്നത്തൂല്ല മതി. അത് പൂച്ചേനെ വിളിക്കുന്നല്ലേ. കഴി 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 കഴി. ഒന്നും കൂടി കിട്ടി. യെസ് ഓക്കെ 5 എണ്ണം കിട്ടി. സെറ്റ്. 5 എണ്ണം കിട്ടിയ സ്ഥിതിക്ക് ഇതിലേതെങ്കിലും ഒന്നില് കുഞ്ഞുണ്ടാവാതിരിക്കില്ലല്ലോ. കോഴികളുടെ ഒപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥയായിട്ടോടെ എനിക്ക്. ഓക്കെ 6 എണ്ണം കിട്ടി. ഈ 6 എണ്ണത്തിൽ ഞാൻ എൻ്റെ പ്രതീക്ഷ വയ്ക്കുന്നു. ചുമ്മാ പോയി എറിഞ്ഞു നോക്കാം, ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഓ ഓ ഓ ഓ ഏതാ ടൈമിങ്? എറിയട്ടെ. 6 മുട്ടയുണ്ട്. ഞാനവിടെ കോഴികളുടെ അണ്ണാക്കി പിടിച്ചിട്ടാണ് ഇത്രയും മുട്ട എടുത്തോണ്ട് വന്നത്. എല്ലാം പുൾസയായി. അത് ഇവിടെ താഴെ ഒരു ഓട്ടോറിക്ഷ വന്നതാ. 15 minutes later. ആരാണോ ഈ മുട്ടയൊക്കെ എടുത്തിട്ടാണ് എടുത്ത മുട്ട താഴെ എടുത്ത മുട്ട അല്ലെങ്കിൽ താഴെ.
രണ്ട് കോഴിയാണ്. രണ്ട് കോഴിമുട്ടുണ്ട്. സുധണ്ണന്റെ കാലുമൊക്കെ അറിയാം മുട്ട വിരിഞ്ഞാല. അതും വിരിഞ്ഞില്ല. ഗൂഗിൾ അവിടെ എപ്പോഴൊക്കെയാണ് കോഴി മുട്ടയിടുക? ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മുട്ടയിടും. ഒന്നും കൂടി കിട്ടി, അതും വിരിഞ്ഞില്ല. അയ്യോ, എല്ലാം എന്റെ പരീക്ഷാ പേപ്പർ പോലെ ആവുകയാണല്ലോ. മുട്ട വീണു, മുട്ട വീണു, മുട്ട വീണു, എവിടെ വീണ്? മുട്ട വീണു. ഇടാ, മുട്ട ഇടാ കിട്ട്. എടാ 4 മുട്ടയും വിരിഞ്ഞില്ലടാ. 1 hour later. മുട്ട ഒന്നും വാരി പെറുക്കില്ല. താള 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 താള. തിരിച്ചടാ 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 തിരിച്ചടാ. അന്ന് എന്റെ ഇടറാ 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 ഇടറാ. ഡോണ്ട് ട്രൈ ടു പ്ലേ ദ ഫുൾ വിത്ത് മീ നികേഷ്. നീ അവിടെ നിൽക്കുന്ന എന്റെ മുഖത്തറിയാം. അല്ലെങ്കിൽ ഇവിടത്തെ കുഞ്ഞു കോഴികൾ കാണും. എന്റെ മുഖത്തേക്കറിയാം. രണ്ടെണ്ണം 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 കണ്ടാടാ. രണ്ടെണ്ണം രണ്ടെണ്ണം. എവിടെ? ഞാൻ കണ്ടില്ല, എന്റെ മുഖത്തായതുകൊണ്ട് ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, എന്റെ വീഡിയോ പ്രൂഫ് ഉണ്ട്. എന്റെ വീഡിയോ പ്രൂഫ് ഉണ്ടാ. 2 വീഡിയോ ഉണ്ട്, റീപ്ലേ മോഡും ഉണ്ട്, നോർമൽ വീഡിയോയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് രാത്രി വരാം. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാം. ഇത്ര നേരം നമ്മുടെ കൂടെ നാരസ് മൈൻക്രാഫ്റ്റിനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. സോ എന്തേ നിൽക്കുന്ന നാരസ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ.